മോളെ ഇന്നിനിപ്പോ ലോനപ്പേട്ടം വരുന്നുണ്ടാവില്ല. എവിടെയെങ്കിലും കള്ളൂടി സദസ്സിൽപ്പെട്ട് കാണും. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയതല്ലേ. ഇങ്ങനെ കള്ളും കുടിച്ച് ലെവലില്ലാതെ കിടന്ന ഹരിസാറിനോട് ഞാൻ പറയും. എന്തിനാ അമ്മിണിയമ്മേ? ലോനപ്പേട്ട ഒരു പാവല്ലേ. ഇന്ന് വന്നില്ലെങ്കിലും നാളെ ഓടി വരില്ലേ? നമ്മളെ സ്നേഹിക്കുന്നവരെ വെറുപ്പിക്കാൻ എളുപ്പാ, കിട്ടാനാ പാട്. ലോനപ്പേട്ടം വരുമ്പോ വരട്ടെ. അമ്മിണിയമ്മ ചെന്ന് ഗേറ്റ് അടച്ചിട്ട് വാ. ചെല്ല്. എന്താ അമ്മിണിയമ്മേ? നോക്കി, ഒരു കുട്ടി. അയ്യോ, ഞാൻ ഗേറ്റ് അടയ്ക്കാൻ തുടങ്ങിയതാ. അപ്പോഴാ ഞരക്കം പോലൊരു ശബ്ദം കേട്ടത്. അയ്യോ, ഇതെങ്ങനെ ഇവിടെ വന്നു? എനിക്കെന്തോ പരിചയമുള്ള കുട്ടിയെ പോലെ. എന്തായാലും ഒരു കുഞ്ഞല്ലേ. ഇവിടെ കിടന്ന വല്ല പട്ടികളും വലിച്ചു കീറും. അകത്ത് കൊണ്ടുപോകാം. നേരാ, ഒരു ജീവനല്ലേ. അയ്യോ, മോളെടുക്കണ്ട, ഞാനെടുക്കാം. മോള് ഗേറ്റ് അടച്ചോളൂ, ഞാൻ കൊണ്ടുപോകാം. അയ്യോ, നല്ല പനിയുണ്ട്. ഇതെങ്ങനെയാ ഈ രാത്രിയിൽ ഇവിടെ എത്തിയത്? മോളെ, അമ്മിണിയമ്മേ, ഇത് ഗോപമോളാ, അംബികയുടെ മോള്. ഏത്? ആ കാണാതായ കുട്ടിയോ? ആ, ഈശ്വര, മോൾക്ക് എന്ത് പറ്റിയോ? ഈ വാതിക്കൽ എങ്ങനെ വന്നു പെട്ടു ഈ കൊച്ച്? എങ്ങനെയോ ആവട്ടെ, ദൈവം കൊണ്ടുവന്ന് എത്തിച്ചതാ ഇവിടെ. ആശുപത്രി കൊണ്ടുപോകണോ മോളെ? ആദ്യം സിദ്ധുവേട്ടനെ വിളിച്ചു പറയാം. അല്ലെങ്കിൽ വേണ്ട, അമ്മിണിയമ്മ ഹരിയേട്ടനൊന്ന് വിളിച്ചു പറ. അമ്മിണിയോ? ഹലോ, ഹലോ, ആരാ? ഹലോ, ഹലോ, ആരാണെന്ന്? ഹലോ, കട്ടായല്ലോ. വിളിച്ചു അമ്മിണിയമ്മേ? വിളിച്ചു മോളെ. പക്ഷെ അവിടുന്ന് കേട്ടതൊരു സ്ത്രീ ശബ്ദം. അതുകൊണ്ട് ഞാനൊന്നും പറയാതെ കട്ട് ചെയ്തു. അപ്പൊ ഗൗരിയേച്ചി ആയിരിക്കും, അല്ലാതെ വേറെ ആരും ഏട്ടന്റെ ഫോൺ എടുക്കില്ല. കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടി വിളിച്ചു നോക്കാം. വേണ്ട, ഏട്ടൻ ചിലപ്പോ നേരത്തെ കിടന്നു കാണും. എവിടെയായിരുന്നു മോള്? ആ, ആരെങ്കിലും മോളെ പിടിച്ചോണ്ട് പോയതാണോ? പേടിയാ, പേടിയാ. പേടിക്കണ്ട, മോൾക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പേടിക്കാതെ. ഇതാ ഉടുപ്പ, ഇതങ്ങടിയിക്ക്. എന്നിട്ട് ഈ മുടിയൊക്കെ ഒന്ന് ചീകി ഒന്ന് ശേലാക്കി എടുക്ക്. എല്ലാം ശരിയാകും. സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനാണോ പറഞ്ഞത്? വന്ന് കൊണ്ടുപോകും. ചിലപ്പോ അംബികയും കുട്ടി വരാനായിരിക്കും. അമ്മയെ കണ്ട ചിലപ്പോ മോളുടെ സങ്കടമൊക്കെ മാറും. അമ്മ, അമ്മ, അമ്മ വരുവടാ, കരയില്ലേട്ടോ. അമ്മയെ കൊണ്ടുവരൂട്ടോ. പോട്ടെ. അമ്മേ,
അമ്മയെ മോളെ തിരിച്ചു കിട്ടി. അവള് സുരക്ഷിതമായിട്ട് കഴക്കൂട്ട സ്റ്റേഷനിലുണ്ട്. അല്ല അംബിക എന്തേ? എന്താ അംബിക എവിടെ? അമ്മ ചെല്ലാതെ കുട്ടിയെ അവര് തന്നുവിടില്ലാന്ന്. അംബികേ, അംബികേ, വിളിക്കണ്ട മോനെ. എന്താ എന്താ പറ്റിയത്? അവൾ എന്തേ? ഞാൻ പോകുന്നു. എങ്ങോട്ടാണെന്ന് ആരും ചോദിക്കണ്ട. എന്റെ മോളെ തിരിച്ചു കിട്ടാനായിരുന്നെങ്കിൽ കിട്ടേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അവക്കെന്തോ സംഭവിച്ചു. എന്റെ മോളില്ലാത്ത ഈ ലോകത്ത് ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? എന്നെ ഇനി അന്വേഷിക്കരുത്. പോകുമ്പോൾ എനിക്ക് വേണ്ടി വിഷമിക്കാൻ ഒരാളേ ഉള്ളൂ, എന്റെ ഏട്ട്. ആ ഒരു സങ്കടം മനസ്സിൽ ബാക്കി വെച്ച് യാത്ര പറയുന്നു എന്ന് അംബിക. അമ്മേ, അവളെന്തെങ്കിലും അവിവേകം കാണിച്ചിട്ടുണ്ടാവോ? ഉണ്ടാവാം, ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? മോനെ സിദ്ധാർത്ഥ, അവള് നമ്മളെയൊക്കെ ഇട്ടേച്ച് പോയടാ മോനെ. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. അയ്യോ എന്റെ മോളെ, അംബികയെ, അംബികയെ, എന്റെ പൊന്ന് അംബികയെ.